ലൈവില് പാവം ജിൻഡോ കിടന്നവിടെ ഒച്ചിട്ടാക്കുണ്ട്. മെയിനായിട്ട് എന്നാണെന്ന് വെച്ചാൽ ജിൻഡോ പറയണ പണിയായിരുന്നു എടുത്തത്, എന്നിട്ട് പവർ റൂമും പോയി എല്ലാം പോയി എന്താന്നൊക്കെ പറഞ്ഞാണ് ജിൻഡോ കിടന്ന് പറയണത്. അതുപോലെ തന്നെ അർജുനും പറയുന്നത് നമ്മൾ എന്തോരം പണിയാലേ എടുത്ത്, നമ്മൾ എന്തിനു വേണ്ടിയായിരുന്നു ഇത്രയും പണി എടുത്തതെന്നൊക്കെ രണ്ടുപേരും പറയുന്നുണ്ട്. അർജുൻ പറയുന്നുണ്ട് എന്റെ തുണി പോലും ഞാൻ അത്രയ്ക്ക് നന്നായിട്ട് അലക്കാറില്ല, എന്നിട്ട് ഞാൻ അങ്ങേരുടെ തുണി എന്തോരമാണ് അലക്കിയത്. അപ്പൊ ജിൻഡോ പറയുകയാണെങ്കിൽ എത്ര പാടുവിട്ടാണ് ആ ബാത്റൂം കഴുകിയത്, അതുപോലെ തന്നെ കുടിച്ച ഗ്ലാസ് പാത്രങ്ങൾ, എന്റെ പൊന്നോ ഒന്നും പറയണ്ട. പാവകളുടെ വിഷമം കാണും. ഞാൻ എന്റെ അമ്മയ്ക്ക് പവർ റൂമിൽ കയറുമായിരുന്നു എന്ന് പറഞ്ഞ് കത്ത് എഴുതിയെന്നും ജിൻഡോ പറയുന്നുണ്ടായിട്ട് എന്താ ബിഗ് ബോസ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇവർ ഇരിക്കുന്നത്. അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു, എല്ലാം എന്തായാലും കുളമായി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അർജുൻ പറയുന്നുണ്ട് ഡെൻ ടീമിന് പ്രൈസ് എങ്കിലും കിട്ടിയത് നന്നായി, അതും കൂടെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുരു പൊട്ടിയനേന്ന് പറയും. അതെങ്കിലും മക്കള് തന്നല്ലോ എന്നൊക്കെ അപ്പൊ ശ്രീതു പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോയും പറയും ശരി ആ പ്രൈസും കൂടെ കിട്ടിയില്ലെങ്കിൽ എന്തായാലേ അതെങ്കിലും കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമ്മൾ ഇത്രയും പണിയെടുത്തിട്ട് ഇത് ഇല്ലാണ്ടാക്കിയത് കഷ്ടം, എന്തൊക്കെ ഇത് വിചാരിച്ചായിരുന്നു, ലക്ഷറി എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞാണ് ഇവരിയ്ക്കുന്നത്. അർജുന് പിന്നെ വലുതായിട്ട് പവർ റൂമിൽ വന്നൊന്നും ഉണ്ടായിരുന്നില്ല, ശ്രീധുവിന്റെ ആഗ്രഹംകാരനായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യവും അർജുനുള്ള നെക്സ്റ്റ് ടീമിനായിരുന്നു ബെസ്റ്റ് പെർഫോമൻസ് കിട്ടിയത്, ഈ പ്രാവശ്യം ഡെൻ ടീമിനാണ് കിട്ടിയത്. അപ്പൊ അർജുനുള്ള ടീമിനാണ് കിട്ടുന്നതെന്നൊക്കെ ആയിട്ട് അവർ പറയുന്നുണ്ട്. എന്തായാലും അവരുടെ കാര്യം കഷ്ടമായി പോയി, അവർ ഇത്രയും പാടുവിട്ടിട്ട് അവർക്ക് പവർ റൂമിൽ ലക്ഷറി ഒരു കാര്യം ഇല്ലാണ്ടായി. പിന്നെ ഫാമിലി വീക്ക് ഒക്കെ വരുമല്ലേ, അപ്പൊ അതും കൂടെയൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് ഇല്ലാണ്ടാക്കിയതെന്ന് തോന്നുന്നു.